സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയെല്ലാം നല്ലതായിട്ട് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി 4 എണ്ണം ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം കുറച്ച് കായം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണിലും താഴെ ഉലുവ പൊടിച്ചത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ആ പുളി പിഴിഞ്ഞൊഴിച്ച വെള്ളം നല്ലതായിട്ട് പറ്റി വരുന്നതിന് വേണ്ടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം കുറുകി വരുന്ന സമയം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി നല്ലതായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഇഞ്ചിപ്പൊടി നല്ലതായിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക. നല്ലതായിട്ട് കുറുകി കഴിയുന്ന സമയം ഇഞ്ചിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ചക്കരപ്പൊടിയാണ്. ചക്കരപ്പൊടി 1 സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്.